ടിബറ്റൻ ബുദ്ധമതത്തിലെ 14ാം ലാമയുടെ 90ാം ജന്മദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുമായി ആത്മീയ ബന്ധമുള്ള ഈ ആചാര്യന്റെ ജന്മദിനാഘോഷത്തിന് നിരവധി നേതാക്കളാണ് എത്തിച്ചേർന്നത്. ദലൈലാമയുടെ സ്ഥാനാരോഹണത്തിന് ബീജിംഗിലെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം വേണമെന്ന രീതിയിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ചയും ഊന്നി പറഞ്ഞിരുന്നു. ഇതിനെതിരെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖാണ്ഡു അടക്കമുള്ളവർ വിമർശനം ഉന്നയിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ടെൻസിൻ ഗ്യാസ്റ്റോ എന്നായിരുന്നു ലാമയുടെ പൂർവാശ്രമത്തിലെ പേര്. വടക്ക് കിഴക്കൻ ടിബറ്റിലെ താക്സ്റ്റർ എന്ന കർഷക ഗ്രാമത്തിൽ 1935 ജൂലൈ 6 ജനനം. 1940 ടിബറ്റൻസ് അദ്ദേഹത്തെ പുതിയ ലാമയായി വാഴിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്ത് ലാമയുടെ ഇന്ത്യയിലേക്കുള്ള പലായനവും തുടർന്നുണ്ടായ ഇന്ത്യ-ചൈന സംഘർഷങ്ങൾക്കും ഒടുവിൽ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ടിബറ്റൻ ഗ്രാമം സ്ഥാപിച്ച് ഉത്തരവാദിത്വങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ധർമ്മശാല കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണിപ്പോൾ. ദലൈലാമയുടെ ജന്മദിനത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥനകൾ നടക്കും. ലാസയിലെ പൊട്ടാല പാലസ് ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനവുമാണ്. ലാമയ്ക്ക് കേരള പ്രണാമത്തിന്റെ ജന്മദിനാശംസകൾ.